നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡ് അംഗവും ഭാരത കത്തോലിക്ക സഭയുടെ അധ്യക്ഷനുമായ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ച തീവ്രവാദ സംഘടനയായ PFIക്കെതിരെ നടത്തിയ പരാമർശത്തിൽ മനം നൊന്തുകൊണ്ട് എറണാകുളത്തെ സഭാവിരുദ്ധ സീറോ മലബാർ സഭയുടെ വിമത ഭാഗത്തിൽപ്പെട്ട സഭാ ശത്രുക്കളായിട്ടുള്ള അതിന്റെ നേതാക്കൾ നടത്തിയ പത്രസമ്മേളനത്തിന് ഒരു വിശ്വാസി കൊടുത്ത മറുപടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ എറണാകുളത്തെ വിമത സഭാ ശത്രുക്കൾ, സഭയ്ക്കെതിരെ നിൽക്കുന്നവർ, സഭയെ തകർക്കുവാൻ നോക്കുന്നവർ, പരിശുദ്ധ ബലിയർപ്പണത്തിനെതിരെ നിൽക്കുന്നവർ, മാർ ആൻഡ്രൂസ് താഴത്തിനെ മതസ്പർദ്ധ വളർത്തുന്നയാള് അല്ലെങ്കിൽ മതവൈര്യം വളർത്തുന്നയാളെന്നൊക്കെ പറയുന്നത് PFIക്കെതിരെ അദ്ദേഹം സംസാരിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന ആളുകള് PFIയുടെ ആൾക്കാരാണോ, രാജ്യം നിരോധിച്ചൊരു സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ എന്ന് കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത്. കാര്യം PFI പോലും അവരെ ന്യായീകരിക്കാത്തപ്പോൾ PFIക്ക് വേണ്ടി ന്യായീകരണ മന്ത്രവുമായി ഇറങ്ങി. അത് ഒരു മുസ്ലിം ക്രിസ്ത്യൻ വിരുദ്ധത സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന എറണാകുളത്തെ സീറോ മലബാർ സഭാ വിരുദ്ധ നേതാക്കൾക്കെതിരെ സർക്കാർ തന്നെ നടപടി എടുക്കണമെന്നാണ് ഇപ്പോൾ വിശ്വാസികളുടെ ആവശ്യം. ഏതായാലും അവര് നടത്തിയ പത്രസമ്മേളനത്തിന് സീറോ മലബാർ സഭയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇടപെട്ട് സീറോ മലബാർ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പരിശ്രമിച്ചിരുന്നു എന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ റെയ്ഡ് ചെയ്ത അന്വേഷണ ഏജൻസിയിലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മാർ ആൻഡ്രൂസ് താഴത്തും കർദിനാൾ ജോർജ് ആലഞ്ചേരിയും നാഷണൽ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽപ്പെട്ട വ്യക്തികളാണ്. അവർക്കെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഹാജരാകാൻ വേണ്ടി പലവട്ടം നോട്ടീസും കിട്ടിയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാൾ, അയാളുടെ മുന്നിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തിനാണ് പോയത്? ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാണ്? അങ്ങനെ അദ്ദേഹം ഒരു കേസിലെ പ്രതിയായ ഒരാളുടെ അടുക്കൽ ചെന്ന് ഔദ്യോഗിക രഹസ്യ വിവരം എന്ന് പറയാവുന്ന ഒരു വിവരം ചെന്ന് പറയാൻ മാത്രം എങ്ങനെയാണ് ഒരു നാഷണൽ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന് സാധിക്കുക എന്ന് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അതിനുശേഷം കർദിനാൾ ആലഞ്ചേരിക്ക് ഹാജരാകാൻ വേണ്ടി നോട്ടീസ് അയച്ചതാണ്. അങ്ങനെ മാർ താഴത്തിനും സമാനമായ കേസുകൾ തൃശ്ശൂരിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ നിൽക്കുകയും പ്രതി ചേർക്കപ്പെടുകയും ചെയ്ത ഒരാൾ, അയാളുടെ മുന്നിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക രഹസ്യ വിവരം എന്ന് തോന്നാവുന്ന ഒരു വിവരം വെളിപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മാർ താഴത്ത് CBCIയുടെ പ്രസിഡന്റാണ്, സീറോ മലബാർ സഭയുടെ ഉന്നത സ്ഥാനം വഹിക്കുന്നയാളാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര് വെളിപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ പറയുകയും ചെയ്യണം. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പുറകിലുള്ള ചേതോവികാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സാധാരണഗതിയിൽ ഇത്തരമൊരു വിവരം കിട്ടിയാൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് അയാളുടെ ഉന്നതാധികാരികളെ അറിയിക്കുകയും അന്വേഷണം നടത്തുകയും അയാൾക്കെതിരെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയുമാണ് വേണ്ടത്. അതിനു പകരം തന്റെ മുന്നിൽ പ്രതിയായി വന്നിരിക്കുന്ന ഒരു മെത്രാനെ പോയി ഇദ്ദേഹം അറിയിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാവുന്നതിനും അപ്പുറമാണ്. അത് ഗുരുതരമായ ഒരു കൃത്യവിലോപമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോ കേരളത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SNDP ആസ്ഥാനത്തും NSS ആസ്ഥാനത്തുമെല്ലാം വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ പരിശ്രമത്തിന്റെ തുടർച്ചയാണോ ഈ അഭിമുഖം എന്ന് ഞങ്ങൾക്ക് തീർച്ചയായും സംശയമുണ്ട്. അതിന്റെ കാരണം, അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പലതും സംഘപരിവാർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ ആശയങ്ങളാണ്, അല്ലെങ്കിൽ അതേ മുദ്രാവാക്യങ്ങളാണ്. അദ്ദേഹം പറയുകയാണ്, കേന്ദ്രത്തിൽ സംഘപരിവാറാണ് ക്രിസ്ത്യാനികളെ അവഗണിക്കുന്നതെങ്കിൽ കേരളത്തിൽ LDFും UDFുമാണ് ക്രിസ്ത്യാനികളെ അവഗണിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഇവിടെ
മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം സീറോ മലബാർ സഭയുടെ അകത്ത് നുഴഞ്ഞു കയറി അതിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അത് കൃത്യമായൊരു കമ്മ്യൂണൽ റൈവൽറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നസ്രാണി എഗൻസ്റ്റ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. ഞങ്ങൾ ആരോപിക്കുകയല്ല, ഞങ്ങൾക്ക് അതിശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഒരു കമ്മ്യൂണൽ റൈവൽറി ഉണ്ടാക്കുന്ന ഒരു നിലപാട് CBCI പ്രസിഡന്റ് എടുത്തെങ്കിൽ ഭാരത കത്തോലിക്ക സമിതി ഈ പ്രസ്താവനയോട് ചേർന്ന് പോകുന്നുണ്ടോ എന്നവർ വ്യക്തമാക്കണം. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പോലീത്തൻ വികാരിയും ഈ വിഷയത്തോട് ഇതേ സമീപനം തന്നെയാണോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ ഒരു കമ്മ്യൂണൽ ഹാർമണി ഇല്ലാതെയാക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നിന്ന് ബിഷപ്പുമാർ വിട്ടു നിൽക്കണമെന്നുള്ളതാണ് ആൽമായ മുന്നേറ്റത്തിന്റെ ശക്തമായ ആവശ്യം. അദ്ദേഹം പറഞ്ഞത് സീറോ മലബാർ സഭയിലെ കുർബാന പ്രശ്നത്തിനകത്ത് PFI ഇടപെട്ടു എന്നാണ് പറയുന്നത്. ഏതായാലും അവര് നടത്തിയ പത്രസമ്മേളനത്തിന് മറുപടിയായിട്ട് ഒരു വിശ്വാസി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു മെസ്സേജാണ്, ഒരു വോയിസ് ക്ലിപ്പാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടിരുന്നത്. വിശ്വാസികൾ ഇത് കേൾക്കണം. കാര്യം സത്യം എന്താണെന്ന് അറിയണം. ഇവിടെ PFI പോലുള്ള ഒരു ഉഗ്രവാദി സംഘടന പോലും സ്വയം ന്യായീകരിക്കാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ പോലും തള്ളിക്കളഞ്ഞ PFIയെ തലയിലേറ്റുവാന് എറണാകുളത്തെ വിമത നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അത് മുസ്ലിം ക്രിസ്ത്യൻ മതസ്പർദ്ധ വളർത്തുന്നു എന്ന പേരിൽ PFIയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഇവർ PFIയുടെ ആളുകളാണോ അതോ PFIക്ക് വേണ്ടി സംസാരിക്കുന്നവരാണോ, PFIയിൽ നിന്ന് ധനം സമ്പാദിച്ചവരാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസികളാ. ഇങ്ങനെയുള്ള നേതാക്കന്മാരെ തലയിലേറ്റി നടക്കുന്ന സഭാ നേതൃത്വമാണ്. സീറോ മലബാർ സഭയുടെ സിനഡിന്റെ സെക്രട്ടറിയും സീറോ മലബാർ സഭയുടെ തലവനും മെത്രാന്മാരും ആലോചിക്കുക, ഇത്തരം ആളുകളെയാണോ നിങ്ങൾ സഭയുടെ ഒപ്പം കൂട്ടി നിർത്തേണ്ടത്? തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുവാൻ ഒരു ഉളിപ്പുമില്ലാതെ ഒരു പെർമനന്റ് സിനഡിലെ ഒരു മെത്രാനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഭള്ളു പറയുന്ന ഭാരത കത്തോലിക്ക സഭയുടെ തലവനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തീവ്രവാദ സംഘടനയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ നേതാക്കന്മാരെയാണോ പാസ്റ്റർ കൗൺസിൽ കുത്തിൽ നിറച്ചിരിക്കുന്നതെന്ന് സീറോ മലബാർ സഭയുടെ എറണാകുളം രൂപതയിലെ നേതൃത്വം ചിന്തിക്കട്ടെ. ഏതാനും ആ വിശ്വാസി പങ്കുവെച്ച അദ്ദേഹത്തിന്റെ രോഷപ്രകടനങ്ങൾ, അല്ലെങ്കിൽ ഇവർ നടത്തിയ പത്രസമ്മേളനത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി നമ്മൾക്കൊന്ന് കേൾക്കാം. നന്ദി, നമസ്കാരം. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന് PFI നിരോധിത സംഘടന, സംഘപരിവാർ നിരോധിത സംഘടന അല്ല, രണ്ടും രണ്ടാണ്. അത് കൂട്ടിക്കുഴച്ചെഴുതി മറ്റുള്ളവരെ ഭ്രമിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഇവിടെ ഈ അഭിപ്രായം എഴുതുന്ന ആൾക്കാരോട് പറയാനുള്ളൂ. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ച ഉഗ്രവാദ ആതങ്കവാദ സംഘടനയാണ്, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവര്. ആ ഒരു സംഘടനയെ പറ്റി സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡാംഗവും ഭാരത കത്തോലിക്ക സഭയുടെ അധ്യക്ഷനുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞപ്പോൾ ഈ അൽമായ മുന്നേറ്റത്തിലെ നേതാക്കന്മാർക്ക് ചൊറിഞ്ഞത് എന്തിനാണ്? അവർക്ക് എന്തുകൊണ്ടാണ് വേദന വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് അതിന്റെ ഭയപ്പാട് വരുന്നത്? അതിനെതിരെ അന്വേഷണം വേണ്ടത്. അത് അന്വേഷിക്കേണ്ട കേന്ദ്ര ഏജൻസി തന്നെയാ. ഈ പറയുന്ന PFI പോലും ഇതുവരെയും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞ കാര്യങ്ങൾക്കെതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യം അവരത് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. കാര്യം അവർ നേരിട്ട് ഒരു കൊച്ചു കുഞ്ഞിന്റെ വായിൽ കൂടി ഒരു മുദ്രാവാക്യം മുഴക്കിയതൊക്കെ കേരള ജനത മറന്നിട്ടില്ല. അവലും മലരും കുന്തിരിക്കവും കരുതിയിരുന്നു ഞങ്ങൾ വരുന്നേന്നാ വിളിച്ചു പറഞ്ഞത് PFI. അപ്പം അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർ നേരത്തെ വിളിച്ചു പറഞ്ഞു. അപ്പം മത തീവ്രവാദ വളർത്തുന്ന ഇവര് മുസ്ലിം സംഘടന എന്ന് പറയാൻ മുസ്ലിം സംഘടന പോലും തയ്യാറല്ല. അപ്പൊ ഇവിടെ മതഭ്രാന്ത് വളർത്തുവല്ല ചെയ്ത്, അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തുവാന് ഒരു കാരണവശാലും മാർ ആൻഡ്രൂസ് താഴത്ത് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് സത്യം. മതസ്പർദ്ധ വളർത്തുന്ന എവിടെയാണ്? 2 അല്ലെ 3 മതങ്ങൾ തമ്മിൽ സ്നേഹമായിട്ട് വർത്തിക്കുമ്പോൾ അവര് തമ്മിൽ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ്. ഇതൊരു ആതങ്കവാദി സംഘടനയ്ക്കെതിരെ, രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യവിരുദ്ധ ഉഗ്രവാദി സംഘടനയ്ക്കെതിരെ ഒരു മത അധ്യക്ഷൻ തുറന്നു പറയുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിനെ കരിവാരി തേക്കുവാനും കാലുവാരി അടിക്കുവാനും കത്തോലിക്ക സഭയിലെ കുറച്ച് വിമത ക്രൈസ്തവ വിരുദ്ധ നേതാക്കന്മാർ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് PFIയുമായി ബന്ധമുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. അവർ തെളിയിക്കണം, അതല്ല ഇല്ലെന്നുണ്ടെന്ന് അവർ തെളിയിക്കണം. കാര്യം PFI പോലും വെള്ളപൂശാത്തപ്പോൾ PFIയെ വെള്ളപൂശുവാൻ വേണ്ടിയിട്ട് ഈ 2 നേതാക്കന്മാർ ഇന്ന്
അൽമായി മുണ്ടാനത്തിന്റെ 2 നേതാക്കന്മാർ ഇന്ന് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിലുള്ള ഗൂഢാലോചന സർക്കാർ അന്വേഷിക്കണം. അല്ലാതെ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞിവിടെ ഒരു വർഗീയ ധ്രുവീകരണം നടത്തുകയോ അല്ലെങ്കിൽ വർഗീയ കലാപം ഉണ്ടാക്കിയോ മതസ്പർദ്ധ ഉണ്ടാക്കിയോ ചെയ്തിട്ടില്ല. ഒരു ഉഗ്രവാദി സംഘടനക്കെതിരെ സർക്കാർ നിരോധിച്ച ഒരു സംഘടനക്കെതിരെയാണ് മാർ ആൻഡ്രൂസ് താഴത്ത് സംസാരിച്ചേക്കുന്നത്. അതെങ്ങനെ രാജ്യവിരുദ്ധമാകുന്നത്? അതെങ്ങനെ മതസ്പർദ്ധയാകുന്നത്? മുസ്ലിം സംഘടനകൾ പോലും PFI തള്ളിപ്പറഞ്ഞതാ. അപ്പൊ അവരെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ക്രൈസ്തവ നാമധേയമുള്ള സിറോ മലബാർ സഭയുടെ അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന ഈ സംഘടനയിലെ ആൾക്കാർ ഇപ്പൊ അവര് എറണാകുളം അതിരൂപതയുടെ പാസ്റ്റർ കൗൺസിൽ ചിലര് ഇവരൊക്കെ രാജ്യം നിരോധിച്ചൊരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് വെള്ളപൂശാൻ ഇറങ്ങുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കേണ്ടത്. രാജ്യവിരുദ്ധ പ്രസ്താവന അവർ നടത്തിയിരിക്കുന്നത് സഭയ്ക്കെതിരെ മാത്രമല്ല രാജ്യത്തിനെതിരെയും കൂടിയാ. അപ്പൊ അതിനെതിരെ അന്വേഷിക്കാതെ വളച്ചൊടിക്കുന്ന പരിപാടിയില്ല. അതിപ്പം പല സംഘടനകളും അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ അത് കാസ്യ ആണെങ്കിലും ക്രോസ് ആണെങ്കിലും അങ്ങനെ പല സംഘടനകളും ക്രൈസ്തവരെന്ന് പറയുന്നവർ പോലും മാർ ആൻഡ്രൂസ് താഴത്തിനെ പരോക്ഷമായി വിമർശിക്കാൻ ശ്രമിക്കുക തെറ്റാണത്. അതല്ല ശരി. വിശ്വാസികൾ വെറുതെ ഇരിക്കത്തില്ല. നമ്മൾ സത്യവിശ്വാസത്തിന്റെ കൂട്ടത്തില, രാജ്യത്തിന്റെ കൂട്ടത്തില, രാജ്യരക്ഷയ്ക്കും ഞങ്ങളുടെ വിശ്വാസത്തിനും കൂട്ടത്തില ഞങ്ങൾ വിശ്വാസികൾ, അല്ലാതെ ഒരു സംഘടനയുടെ കൂട്ടത്തിലല്ല. അപ്പൊ സത്യത്തിനൊപ്പം നിൽക്കുക. മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞ് എന്താ തെറ്റാണ് തെളിയിക്ക്, നിങ്ങൾ തെളിയിക്ക്, നിങ്ങളുടെ ഉത്തരവാദിത്വം. മാർ ആൻഡ്രൂസ് താഴത്ത് അത്ര ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു, അത് തെറ്റാണ്, തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആരോപിതരായിട്ടുള്ള നിങ്ങളുടെ മുകളിലാണ്, നിങ്ങൾ തെളിയിക്കല്ലെന്നുള്ളത്. നിങ്ങളുടെ സാമ്പത്തിക തിരിമറികള് ഇതിലെ ചില നേതാക്കന്മാർക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആസ്തി ഉണ്ടായിരുന്നു, അല്ലെ കടമുണ്ടായിരുന്നു, അതൊക്കെ എങ്ങനെ വീടിയത്? ഈ പൈസ എവിടുന്ന് വന്നു? ഇതിന്റെ സോഴ്സ് എന്താണ്? അന്വേഷിക്കണം. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. അപ്പോൾ മാത്രമേ PFI സിറോ മലബാർ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണ കാര്യത്തിലും സഭയെ തകർക്കുവാനും മതസ്പർദ്ധ വളർത്തുവാനും PFI പോലുള്ള ഒരു ഉഗ്രവാദി സംഘടന ശ്രമിച്ചോ എന്നുള്ളത് തെളിയിക്കപ്പെടാനൊക്കത്തുള്ളൂ. ഈ സംഘടനയെ കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ച സംഘടനയാ. ആ സംഘടനയ്ക്ക് വേണ്ടി ഇവിടെ കുഴലൂത്ത് നടത്തുന്നത്. അതിനെതിരെ പ്രതികരിക്കാൻ സിനഡിലെ ഏതെങ്കിലും മെത്രാൻ ഇതുവരെയും തയ്യാറായിട്ടുണ്ടോ? ഉണ്ടല്ലോ 52 പേര്. സിനഡ് തയ്യാറായിട്ടുണ്ടോ? സിനഡിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞൊരു പാമ്പളാനി പഴം വിഴുങ്ങി ഇരിപ്പുണ്ടല്ലോ, പുള്ളി തയ്യാറായിട്ടുണ്ടോ? സിറോ മലബാർ സഭയുടെ മേലധ്യക്ഷൻ പറഞ്ഞൊരു കോത്താളത്തെ മെത്രാൻ ഇരിപ്പുണ്ടല്ലോ, അയാളുടെ പേരെന്നാ മാർ തട്ടിലോ, അയാൾ തയ്യാറായിട്ടുണ്ടോ? എന്തുകൊണ്ട്? നിങ്ങൾക്ക് സഭ വേണ്ടേ? നിങ്ങൾക്ക് ഉഗ്രവാദികളുടെ പുറകിലാണോ നിങ്ങൾ? അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾ മറുപടി പറയണോ അത് വിശ്വാസികളോട്? അതാണ് ഞങ്ങൾ വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. സത്യത്തിനൊപ്പം നിൽക്കണം, രാജ്യത്തിനൊപ്പം നിൽക്കണം. രാജ്യവിരുദ്ധ പരിപാടിക്കല്ല നിൽക്കേണ്ടത്. ആദ്യം രാജ്യം, അത് കഴിഞ്ഞേ മറ്റെന്തേ ഉള്ളൂ. രാജ്യം ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ നിൽക്കാനൊക്കത്തുള്ളൂ. ഈ മതപ്രതിയും അല്ലെങ്കിൽ മതഭ്രാന്തവും കളിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കാൻ സ്ഥലം വേണ്ടേ? അതാണ് നമ്മുടെ സ്വന്തം രാജ്യം. അപ്പൊ രാജ്യത്തിനെതിരെ പുറപ്പാട് പോരുന്ന രാജ്യദ്രോഹികളായിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നവരെ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടെത്തിക്കുവാൻ സഭ ആദ്യം മുന്നോട്ട് വരണം. അതിന് സഭ തയ്യാറാണോ എന്ന് സഭ പറയുക. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ, അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.